എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ വരാറുണ്ട്. നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പോലും മനസ്സിലാകാതെ ശരീരവും മനസ്സും ഒരുപോലെ ക്ഷീണിച്ചു പോകുന്ന സമയം. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം സാധാരണ പോലെ തോന്നും. പക്ഷേ ഉള്ളിൽ എന്തോ ശരിയല്ലെന്നൊരു തോന്നൽ, ഒരു അസ്വസ്ഥത, ഒരു വ്യക്തമാക്കാൻ പറ്റാത്ത ഭാരം. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനെ സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ മാനസിക സമ്മർദ്ദത്തിനോ മാത്രം ബന്ധിപ്പിച്ച് നമ്മൾ അവഗണിക്കാറാണ് പതിവ്. എന്നാൽ ചിലപ്പോൾ അതിനപ്പുറം മറ്റൊരു തലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാമെന്ന ആശയം നമ്മൾ ചിന്തിക്കാറില്ല. അതാണ് ഈ സന്ദേശം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരു സാധാരണ വീഡിയോ അല്ല. ഇത് വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു സങ്കല്പം മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ ചില മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി അവതരിപ്പിക്കപ്പെടുന്ന സന്ദേശമാണ്. ഇവിടെ പറയുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ജാഗ്രതയോടെ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കാനാണ്. ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് സ്വാധീനം സൃഷ്ടിക്കാം. അതിൻ്റെ ഫലമായി നമ്മൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ക്ഷീണം, എത്ര വിശ്രമിച്ചാലും മാറാത്ത തളർച്ച, എന്ത് കഴിച്ചാലും ശരീരത്തിന് ആശ്വാസമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം സാധാരണ കാരണങ്ങളാൽ മാത്രമല്ല സംഭവിക്കുന്നത് എന്ന് ഈ സന്ദേശം സൂചിപ്പിക്കുന്നു. ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ചിലപ്പോൾ വലിയ സൂചനകളായിരിക്കും. ഉദാഹരണത്തിന്, ശരീരത്തിൽ പെട്ടെന്ന് കാണുന്ന ചർമ്മപാടുകൾ, തലകറക്കം, ഒരുതരം ഭാരമുള്ള അനുഭവം, ഇവയെല്ലാം നിസ്സാരമെന്ന് കരുതരുത് എന്നൊരു നിർദ്ദേശമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഇന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ അവസ്ഥയുടെ കാരണമായി ഒരു നെഗറ്റീവ് ഊർജം എന്ന ആശയമുണ്ട് എന്നത്. നമ്മൾ വിശ്വസിച്ച ഒരാളിൽ നിന്ന് ലഭിച്ച ഭക്ഷണം അല്ലെങ്കിൽ പാനീയം വഴിയാകാം ഈ സ്വാധീനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നത് എന്ന് ഈ സന്ദേശം മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും സംശയമുണ്ടാകാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൗരവമായ ചിന്തയുണ്ട്. നമ്മൾ ആരെ വിശ്വസിക്കണം, എങ്ങനെ ജാഗ്രത പാലിക്കണം എന്നത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയപ്പെടേണ്ടതില്ല എന്നതാണ്. പക്ഷേ അനാവശ്യമായ വിശ്വാസം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നല്ല ഉദ്ദേശത്തോടെ വരണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ സുരക്ഷയെ അവഗണിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണെന്നതാണ്. പ്രത്യേകിച്ച് അടുത്ത 5 ദിവസങ്ങൾ. ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാം. അതുകൊണ്ട് ഈ കാലയളവിൽ കൂടുതൽ ജാഗ്രതയും ആത്മവിശ്വാസവും ആവശ്യമുണ്ട്. ഇതൊരു ഭീഷണി കഥയല്ല, മറിച്ച് ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ ശരീരവും മനസ്സും നമ്മോട് പറയുന്ന സൂചനകൾ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് പിന്നിൽ എന്താണ് കാരണമെന്ന് അന്വേഷിക്കേണ്ട സമയമാണിത്. അതിനൊപ്പം തന്നെ ആത്മീയമായ ഒരു സംരക്ഷണം തേടേണ്ട സമയവുമാണ്. നമ്മൾ ഇതിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഒഴിവാക്കേണ്ടത്, എങ്ങനെ നമ്മുടെ ജീവിതത്തെ വീണ്ടും പോസിറ്റീവ് ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് അടുത്തതായി ഞാൻ വിശദമായി പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ടതായി തോന്നാം. ആന്തരികമായി നമ്മളെ അലട്ടുന്ന ആ അസ്വസ്ഥതയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു സത്യമാണ്. നമ്മുടെ ശരീരം വെറും ശാരീരിക ഘടന മാത്രമല്ല, അത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഊർജവും ചേർന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ വ്യക്തമായി കാണാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും നമ്മളെ ബാധിക്കുന്നത് പോലെ തോന്നുന്നത്. ഈ സന്ദേശം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും ബന്ധങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന നെഗറ്റീവ് സ്വാധീനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം എന്ന ആശയം. ഇവിടെ പ്രധാനമായി പറയുന്ന മറ്റൊരു കാര്യമാണ് അടുത്ത 5 ദിവസങ്ങളുടെ പ്രാധാന്യം. ഈ ദിവസങ്ങൾ സാധാരണ ദിവസങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ വക്കിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ്. ഈ കാലയളവിൽ
നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും, നമ്മൾ പാലിക്കുന്ന ഓരോ ജാഗ്രതയും നമ്മളെ ഒരു സുരക്ഷിതമായ വഴിയിലേക്ക് നയിക്കാമെന്ന് ആണ് ഈ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റുള്ളവർ നൽകുന്ന ഭക്ഷണവും പാനീയവും സ്വീകരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണം. അതായത് നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാൾ തന്നെ നിങ്ങളെ ചതിക്കാനായി തുനിഞ്ഞിറങ്ങുന്നുണ്ട്, നിങ്ങളെ വയ്യാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലത് വരുന്ന കാര്യങ്ങളൊന്നും തന്നെ അയാൾക്ക് ഇഷ്ടമാകുന്നില്ല. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഒരു കപടമുഖത്തോടു കൂടി ചിരിച്ച മുഖവുമായി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ ഉള്ളിൽ നിറഞ്ഞ വഞ്ചനയും ക്രൂരതയും മാത്രമാണ് അയാളുടെ മനസ്സിലുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ പരിധികളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അതെല്ലാവരെയും സംശയിക്കണം എന്നല്ല, പക്ഷേ സ്വയം സംരക്ഷിക്കാനുള്ള ഒരു ബോധം നിങ്ങളിൽ വളർത്തുക എന്നതാണ്. ഇതുകൂടാതെ ആത്മീയ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഏറെയാണ്. പ്രാർത്ഥനയെ ഒരു കവചമായി കാണണം നിങ്ങൾ. മനസ്സിനൊരു സ്ഥിരതയും ആത്മവിശ്വാസവും നൽകുന്ന ഒരേ ഒരു മാർഗമാണ് പ്രാർത്ഥന എന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെ കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ വീടും പരിസരവും ശുദ്ധീകരിക്കുന്നതിനായി കർപ്പൂരമോ സാമ്പ്രാണിയോ ഉപയോഗിക്കുന്നത് ഒരു ആചാരം എന്നതിലുപരി മനസ്സിലൊരു പുതുമയും സുരക്ഷിതത്വവും സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ്. ഈ പ്രവൃത്തികൾക്ക് പിന്നിൽ ഒരു മാനസിക സ്വാധീനമുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന ബോധം തന്നെ നമ്മളെ കൂടുതൽ ആത്മവിശ്വാസിയാക്കുന്നു. പ്രപഞ്ച ശക്തി നൽകുന്ന ഈ സന്ദേശത്തിൽ നമ്മോട് പറയുന്ന മറ്റൊരു ശക്തമായ ആശയം സ്വയം പ്രഖ്യാപനത്തിന്റെ ശക്തിയാണ്. എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജത്തെയും ഞാൻ നിരസിക്കുന്നു എന്ന പോലെ ഉറച്ച വാക്കുകൾ നിങ്ങൾ ദിവസവും പറയാൻ ശ്രമിക്കുക. വെറും വാചകമല്ല ഇത്, മറിച്ച് മനസ്സിന്റെ ഒരു ദിശാനിർണയമാണ്. നമ്മൾ നമ്മളെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്ന തിരിച്ചറിവാണ് ഇത് നൽകുന്നത്. ഈ വാക്കുകൾ ആവർത്തിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്നു. ദിവസവും രാവിലെ എഴുന്നേറ്റതിന് ശേഷം ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജത്തെയും ഞാൻ നിരസിക്കുന്നു എന്ന് ദിവസവും പറയാൻ ശ്രമിക്കുക. അത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കുകയും നെഗറ്റീവായ ചിന്തകളെ പതിയെ മാറ്റുകയും ചെയ്യും. അത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. പ്രപഞ്ചശക്തി നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ ചേർന്നപ്പോൾ നമ്മൾ കാണുന്നതൊരു വലിയ മാറ്റത്തിനുള്ള വഴിയാണ്. ഭയം നിറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന് ആത്മവിശ്വാസവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് മാറാനുള്ള അവസരമാണ് നിങ്ങൾക്കിപ്പോൾ. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ഉടൻ തന്നെ മാറ്റങ്ങൾ അനുഭവപ്പെടും. നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. നല്ല ഉറക്കം ലഭിക്കുന്നത്, ശരീരത്തിന്റെ ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്നത്, പുതിയ ഊർജം അനുഭവപ്പെടുന്നത്, ഇവയെല്ലാം നമ്മൾ ശരിയായ ദിശയിൽ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിങ്ങളെ ദ്രോഹിച്ചവരെ കുറിച്ചുള്ള സമീപനമാണ്. പ്രതികാരം ഒരിക്കലും ചെയ്യേണ്ടതില്ല. നിങ്ങളെ ദ്രോഹിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. കാരണം ജീവിതം തന്നെ ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ഫലം നൽകും എന്നതാണ്. ഇത് നമ്മളെ ഒരു വലിയ മാനസിക ഭാരം വിട്ടുമാറാൻ സഹായിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ചുള്ള കോപവും ദേഷ്യവും വിട്ട് നമ്മുടെ സ്വന്തം സമാധാനത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നത് വഴി നമ്മൾ തന്നെ വളരാനുള്ള വഴികൾ തുറക്കുകയാണ് അവിടെ. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഈ സന്ദേശം ഒരു ഭീഷണിയല്ല, മറിച്ചൊരു ജാഗ്രതയാണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കൂടുതൽ ശ്രദ്ധിക്കാനും നമ്മുടെ ചുറ്റുപാടുകളെ കൂടുതൽ ബോധപൂർവം കാണാനും ആത്മീയമായ ഒരു സംരക്ഷണം തേടാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു വിശ്വാസം നൽകുന്ന ഒരു സന്ദേശമാണിത്. അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വിശ്വാസത്തോടൊപ്പം തന്നെ യുക്തിയും നിലനിർത്തണം. നമ്മൾ അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾക്ക് ആവശ്യമായ ചികിത്സയും ശ്രദ്ധയും നൽകേണ്ടത് അത്യാവശ്യമാണ്. അതൊരിക്കലും മറക്കരുത്. അതോടൊപ്പം തന്നെ
ആത്മീയമായ ശാന്തതയും മാനസിക സ്ഥിരതയും തേടുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമതുലിതമാക്കാൻ സഹായിക്കും. ഈ സന്ദേശം നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് നമ്മളെ ജാഗ്രതയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ പ്രാപ്തരാക്കാനാണ്. ജീവിതത്തിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും നമുക്ക് നേരിടാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിക്കുന്ന ആത്മവിശ്വാസമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകുന്നത്. വിശ്വാസവും ബോധവും തമ്മിലുള്ള സമതുലിത തത്വമാണ് നമ്മളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമ്പത്തും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.